ومن أخلاقهم رضي الله عنهم അള്ളാന്റെ ഔലിയാക്കളും സൂഫിയാക്കളുമായി ജീവിച്ച മഹാരഥന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്? കസ്റത്തുൽ അഫ്വി വസ്സഫഹി, വിട്ടുവീഴ്ച, മാപ്പ് അധികരിപ്പിക്കൂല്. ആരോടും അങ്ങനെ തന്നെയാണ്. എന്തിനെ തൊട്ടെല്ലാം അൻകുല്ലി മൻ അദാഹും, അവരെ ആരെല്ലാം പീഡിപ്പിച്ചോ ആക്രമിച്ചോ അവരെ തൊട്ടെല്ലാം പ്രതികാരം ചെയ്യാതെ ഈമാന്റെ ഭാഗമായി അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, മാപ്പ് കൊടുക്കും. അത് കൂടുതലാണ്. എന്തുകൊണ്ടെല്ലാം ദ്രോഹിക്കുക? ബിളർബിൻ, അടിക്കുക, അല്ലെങ്കിൽ ആ വഹദി മാലിൻ, അല്ലെങ്കിൽ സമ്പത്ത് പിടിച്ചു പറിക്കുക, അല്ലെങ്കിൽ ആ അറവ്, അവരുടെ അഭിമാനം വെച്ച് ചീന്തുക. ഇറുന്നില് അറന്നല്ല ഇറുന്ന് ഔ തന്റെ സഹോദരന്മാരുടെ അഭിമാനം വെച്ച് ചീന്തുക. ഔനഹ്വിദാലിക, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സൂഫിയാക്കളെയും ഔലിയാക്കളും നബിമാരുമായ മഹാരഥന്മാരെ ആരെല്ലാം പ്രകോപിച്ചിട്ടുണ്ടോ പ്രതികാരം ചെയ്യില്ല, അവർക്കെല്ലാം മാപ്പ് അധികരിപ്പിച്ചു കൊടുക്കും. അത് വെറുതെ അല്ല. തഖല്ലുഖൻ ബി അഖ്ലാഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളോട് പിൻപറ്റി സ്വഭാവം സിദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നബിന്റെ സ്വഭാവം എന്താണോ അതാണ് ഇവർ ചെയ്യുക. കാരണം നബിനോടുള്ള മഹബത്ത് അങ്ങനെയാണല്ലോ. കാരണം വഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യന്തഖിമു നഫ്സിഹി വഇന്നമാ യന്തഖിമു ഇദന്തഹത് ഉർമാതുല്ലാഹ്. മുത്തനബി തങ്ങള് ഒരാളെയും സ്വന്തം ശരീരത്തിനോട് ശിക്ഷിച്ചിട്ടില്ല. ഇങ്ങോട്ട് ആരെന്ത് ചെയ്താലും അതിന് പ്രതികാരമോ ശിക്ഷ നടപടി നടപ്പാക്കിയിട്ടില്ല. ഇസ്ലാമികമായി അള്ളാഹു തആല ആദരിച്ച അള്ളാന്റെ ആദരവുകളും ചിഹ്നങ്ങളും പിച്ചിച്ചീന്തപ്പെടുകയാണെങ്കിൽ അപ്പൊ അള്ളാന്റെ റസൂലിനെ ശിക്ഷിക്കും. അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്വന്തം നഫ്സിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഈ ഒരു മാതൃകയാണ് ഈ സൂഫിയാക്കളുടെയും മാതൃക. മഹാനായ ജാഫർ ബിൻ മുഹമ്മദ് തങ്ങൾ വകാന ജാഫർ ബിൻ മുഹമ്മദിൻ യഖൂൽ, മഹാൻ പറയുന്നു, ലി അൻ അന്തമ അല ലഫ്വി അഹബ്ബു ഇലാ മൻ അന്തിമ അൽ ഉഖൂബതീന. മാപ്പ് കൊടുക്കുന്ന കാര്യത്തിന്റെ മേൽ എന്റെ ഖേദം, ശിക്ഷ അനുഭവിക്കുന്നതിൽ ഞാൻ എത്ര ഖേദിക്കുന്നുവോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മാപ്പ് നൽകുന്നതിന്റെ മേലുള്ള ഖേദം. എന്താണത്? ഞാൻ മാപ്പ് ഇങ്ങനെ നൽകി ഖേദിക്കുക, അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ശിക്ഷിച്ചിട്ട് ഞാൻ ഖേദിക്കുന്നതിനേക്കാൾ എന്ന. അപ്പൊ അവരൊക്കെ അങ്ങനെ മാപ്പിലേക്കാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പ്രതികാരം അവരുടെ ഒന്നുമില്ല. വക്കാന ഹാത്തമുൽ അസ്വം യഖ്വൽ, ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മിൻ അദ്മി ഇൻസാഫിക അൻ തബ്അല الناس ഇദാ അസൂ റബ്ബഹും വലാ തബ്അൽ നഫ്സക ഇദാ അസൈത റബ്ബഹ. എന്താ പറഞ്ഞത്? നിനക്ക് ഹൃദയശുദ്ധി ഇല്ല എന്നതിൽപ്പെട്ടതാണ് ജനങ്ങൾ അവിടെ റബ്ബിനോട് തെറ്റ് ചെയ്യുമ്പോ നീ നല്ലോണം അവിടെ കോപിക്കും. നിന്റെ ശരീരം നിന്റെ റബ്ബിനോട് തെറ്റ് ചെയ്താലോ നിന്റെ ശരീരത്തിന് നീ എന്താവുന്നില്ല, കോപിക്കുന്നില്ല. അപ്പൊ നിന്റെ ശരീരം അടക്കാതെ ചെയ്താൽ നീ ഇഷ്ടപ്പെടുകയാണ്. ജനങ്ങളൊക്കെ റബ്ബിന് ഇഷ്ടത്തിന് വെറുപ്പിന് എതിര് ചെയ്താലോ നീ നല്ലോണം ശകാരിക്കും, ദേഷ്യം വെക്കും. ഇത് നിന്റെ ഹൃദയശുദ്ധി ഇല്ലാതിലേക്ക് ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെയാണല്ലോ, സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ ചീത്ത പറയാനും വെറുക്കാനും ദേഷ്യപ്പെടാൻ നല്ല മുന്നിലുണ്ടാവും. സ്വന്തം കാര്യം ചിന്തിക്കുമ്പോ അത് ചെയ്യൂല, ആ തെറ്റ് ശിക്ഷ ഉറപ്പാക്കൂല. ഇത് പറഞ്ഞിട്ട് ഷാറാനി ഇമാം പറയുന്നത്, കൊൽത്തു ഞാൻ പറയുന്നു, അൽ മുറാദു ബി ബുഅദിൽ ഇൻസാനി നഫ്സഹു, സ്വന്തം ശരീരത്തിനോട് ദേഷ്യം വെക്കാന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ്? പല്ലിർബിങ്ങാണ്, ഇങ്ങനെ ഉണ്ടാതിരിക്കലാണ് ഗൗരവത്തിക്ക്. അതല്ല, സ്വന്തം ശരീരത്തിനോടൊരു മനുഷ്യൻ ദേഷ്യം വെക്കുക ഇതിനുള്ള വിവക്ഷ മുആഖബത്തുഹ, ആ ശരീരത്തെ ശിക്ഷിക്കലാണ്. എന്തുകൊണ്ട് ശിക്ഷിക്കണം? ബിൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വൽ അതിശി, ദാഹം കൊണ്ട്, വഅദ്മിൻ നൗമി, ഉറക്കില്ലായ്മ കൊണ്ട്,
അലാ ഫിറാഷിൻ വിരിപ്പിന്റെ മുകളിൽ വനഹവിദാലിക്ക അതുപോലെ കടുത്ത എന്തെങ്കിലും ഉണ്ടോ? ഉറക്കില്ലെങ്കിൽ ശരീരം വാങ്ങി നിൽക്കും, ദാഹവും വിശപ്പുണ്ടെങ്കിൽ ശരീരം ഒതുങ്ങി നിൽക്കും. അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നിന്റെ ശരീരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തോട് ദേഷ്യം വെക്കേണ്ട. അങ്ങനെയാണ് ഒരു വ്യക്തി ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ദേഷ്യമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, അങ്ങനെ വെറുക്കുന്ന ഒരു വ്യക്തിയോട് ദേഷ്യം കൊണ്ട് ആ വ്യക്തിയോട് ഈ ദേഷ്യമുള്ള വ്യക്തി എന്താണ് പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്, അതുപോലെ ആയിരിക്കണം ഇവൻ ആ ശരീരത്തോട് പെരുമാറേണ്ടത് എന്നർത്ഥം. പിന്നെ ഷഫഖത്തില്ലാതിരിക്കുക, സ്നേഹമില്ലാതിരിക്കുക, അതിനിഷ്ടപ്പെടാതിരിക്കുക, ഇതുകൊണ്ടൊക്കെയാണ് പെരുമാറേണ്ടത്. അല്ലാതെ ലാക്ക മുആമലത്തിൽ മുഹിബ്ബി ലി മഹബൂബിഹി, ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ മുഹിബ് തന്റെ മഹബൂബിന് ഇഷ്ടം വെച്ചാൽ ഇഷ്ടപ്പെട്ട ആളോട് പെരുമാറുന്ന രീതിയിൽ ദേഷ്യം പിടിക്കുമ്പോ ആ രീതിയല്ല, ഈ രീതിയെ സ്വീകരിക്കേണ്ടതെന്ന്. അതാണ് ഷാറാനി ഇമാം അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞത്. വഖദ് ഖാല ശൈഖ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന മഹാശൈഖ് അദ്ദേഹം പറയുന്നു, ദഅഉതു നഫ്സി ഇലൽ ഇബാദത്തി മറത്തൻ, ഒരു ദിവസം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലിലേക്ക് എന്റെ സ്വന്തം ശരീരത്തെ ഞാൻ ക്ഷണിച്ചു. ഓലൊക്കെ ആരാന്ന് ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ മഹാന്മാരവരൊക്കെ. അപ്പൊ അപ്പൊ ആ ശരീരം വഴങ്ങിയില്ല, തടഞ്ഞു നിന്നു, കൂട്ടാക്കിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ആക്കബത്തുക, ഞാൻ ആ ശരീരത്തെ അങ്ങ് ശിക്ഷിച്ചു. അപ്പൊ മനഅത്തുക, ഞാൻ ആ ശരീരത്തിന് തടഞ്ഞു വെച്ചു. അൽമാ, വെള്ളം, സനത്തൻ, ഒരു കൊല്ലം, ഒരു വർഷം ഞാൻ എന്റെ ശരീരത്തിന് വെള്ളം കൊടുത്തില്ല. ഒരു കൊല്ലത്തിലൊക്കെ വെള്ളം എത്ര കുടിക്കും? അങ്ങനെ ഒരു വർഷത്തിന് വെള്ളം കൊടുക്കാതെ ശരീരത്തിനെ തളർത്തിയിട്ടു എന്നാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്തിലേക്ക് ശരീരം വഴങ്ങാത്തത് കൊണ്ട് എന്നാണ്. അതാണ് മഹാന്മാരെ പറഞ്ഞത്, കുതിരയെ പന്തിരിട്ട് പഠിപ്പിക്കും പോലെ പഠിപ്പിക്കുന്ന ശരീരത്തിനെയാണ്. മുദായിന് പറയുന്നു എന്ത്? അഖബഉൽ മുകാഫഅത്തി അൽ മുജാസാത്തു ബിൽ ലിസാഅത്തി എന്നാണ്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മതിയാവുന്ന കൊടുക്കുമല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മതിയാവുന്ന വിധം കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും മോശമായ കാര്യം കൊണ്ട് പ്രതിഫലം കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. ഇങ്ങോട്ട് ചെയ്താൽ മോശമായത് കൊടുക്കല്ല വേണ്ടത്, നല്ലത് കൊടുക്കണം. അത്രത്തോളം മനസ്സുദ്ധമായിരിക്കണം. കാന തീമിയു യഖൂൽ, മഹാനായ തീമി റളിയല്ലാഹു അൻഹു പറയാണ്, കസറത്തുൽ ഇഹ്തിമാലി തൂരിസുൽ മഹബ്ബത്ത, വിഷമാവസ്ഥകൾ അധികരിച്ചു കൊണ്ടുവരുമ്പോ അത് ഇഷ്ടത്തെ ഉണ്ടാക്കി തീർക്കുന്നതാണ്. എല്ലാം സഹിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും മന ഇഷ്ടം വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വരുന്ന ഖാല, തീമി പറയുന്നു, എന്ത് പറയുന്നു? അദ്ഖിലു അല ഇബ്നു സുബൈർ, അദ്ഖലു അല ഇബ്നു സുബൈർ, ഇബ്നു സുബൈറിന്റെ മുകളിൽ അവർ കടത്തിവിട്ട് ജനങ്ങൾ ഒരാളെ കടത്തിവിട്ടു. അത് അഹ്ദസ, അദ്ദേഹം ഒരു തെറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തെറ്റ് ചെയ്ത ഒരാളെ ഇബ്നു സുബൈറിന്റെ അടുത്തേക്ക് അവർ കടത്തിവിട്ടു. അങ്ങനെ ഇബ്നു സുബൈറിന്റെ മുന്നിലല്ലേ ഹാജരാക്കിയത്. ഇബ്നു സുബൈർ കൊണ്ടുവരാൻ പറഞ്ഞു ബിസിയാദി, ചാട്ടവാറ്, എന്തിരിക്കും ഈ തെറ്റ് ചെയ്ത ആളെ അടിക്കാൻ വേണ്ടി. ഭരണാധിപനാണ്, അപ്പൊ അമീറിന് അധികാരമുള്ളൂ, അപ്പൊ ഇവനെ അടിക്കണം. അതിനുവേണ്ടി ഇബ്നു സുബൈർ ചാട്ടവാറ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോ നേർക്കുത എന്നിട്ട് വഖാല ലഹു റജുൽ, ഇബ്നു സുബൈറിനോട് ഈ തെറ്റ് ചെയ്ത ആള് പറയാണ്, അസ്അലുക, അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, ബിമൻ, ഒരുത്തരെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, തുക്കൂനി യൗമൽ ഖിയാമത്തി, നിങ്ങൾ അന്ത്യദിനത്തിലാകും, ബൈന യദൈ, അവന്റെ മുന്നിൽ. അവന്റെ മുന്നിൽ വെച്ചിട്ട് ആവറാവും, അതായത് അള്ളയാണ്, അള്ളാനെ വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, എന്ത്? അതെല്ലും ഇന്നീ ബൈന യദൈക, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ, അപ്പൊ നിങ്ങളെ മുന്നിൽ ഞാൻ എന്താണെന്നറിയാമോ? എങ്ങനെ നിൽക്കുന്നു? അതിനേക്കാൾ മോശമായിട്ട് നിന്ദിതനായിട്ട് നിൽക്കുന്നു.
അങ്ങനെ വരുമ്പോ ഇല്ല അഫൗത അന്നി, അപ്പോ താങ്കൾ എന്നെ തൊട്ട് മാപ്പ് ചെയ്തിട്ടല്ലാതെ ഇല്ല. അപ്പൊ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളെ മുന്നിൽ ഏറ്റവും വളരെ നിന്ദനായിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് ചെയ്തിട്ടല്ലാതെ ഇല്ല, മാപ്പ് ചെയ്യണമെന്നായി. ആ നസല ഇബ്നു സുബൈർ അൻ സരീരി, ഇത് കേട്ടപ്പോ ഇബ്നു സുബൈർ തന്റെ കട്ടിൽ നിന്ന് കേട്ട് ഇറങ്ങി. എന്നിട്ട് തന്റെ കവിള് ഭൂമിയോട് ഒട്ടിച്ചേർത്തു. എന്നിട്ട് പറയാണ് വക്കാല കത് അഫൗത്തു, മനെ ഞാൻ മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിപ്പിക്കും. ആ ചിന്ത ഏറ്റെടുത്തുകൊണ്ട് അവർ മടങ്ങിയിട്ട് മാപ്പ് കൊടുത്ത ചരിത്രമൊക്കെ പറയണത്. ഇവിടെ ഒരു ഷെറാനി മാൻ പറയുന്നു, അല്ല തെറുക്കഹു, മഹാനവറുകൾ ആ അടി ഒഴിവാക്കിയത് ലിത്തഅദീബി, അതെന്തിനാണ്? മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ മേലില്? അലാമൻ, ഒരുത്തന്റെ മേലില്. അങ്ങനത്തെ ഒരുത്തൻ അക്സമ അലഹി, ആ ഒരുത്തന്റെ മേലില് വിദ്യം സത്യം ചെയ്തിരിക്കുന്നു. ശറഈയ ഒരു കാരണം അവിടെയുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ച് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത ആളവര് മര്യാദ ഉണ്ട്, അടിക്കാതെക്കലാണ്. ആ നിലക്കൊഴിവാക്കിയതായിരിക്കാം. അപ്പോ അദ്ദേഹം ആ ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അതിനാൽ മഹാൻ പേടിച്ചു മഫ്സദൻ ഫസാദിനെ, ഒരു മര്യാദ അദ്ദേഹത്തിന്റെ മേൽ അദ്ദേഹം നിർത്തുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഫിത്ന ഇവിടെ ഉണ്ടായിത്തീരും. അങ്ങനെ ഭയന്നതുപോലെ ഇരിക്കുന്ന മഹാൻ ഇത് കേട്ടപ്പോൾ ഒഴിവാക്കിയതാണ്. അള്ളാഹു ആലം, ഏതായാലും മഹാനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ പറഞ്ഞത്. അവിടുന്ന് മാപ്പ് കൊടുത്തു. ഇതാണ് അവരുടെ ജീവിത രീതികൾ. ഖത്താദത്തു, ഖത്താദ റളിയല്ലാഹു ചോദിക്കപ്പെടുകയുണ്ടായി, മൻ അഅലമുന്നാസ് ഖദ്റ, നിലവാരത്താൽ ഏറ്റവും നല്ല സ്ഥാനമുള്ള ആള് ആരാണ്? ഖാല, ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്തറും അഫ്വ, മാപ്പാൽ അവിടെ കൂടുതൽ ഏറ്റവും അധികരിച്ചവരാണ്, കൂടുതൽ മാപ്പ് നൽകുന്നവൻ ആരോ അവരാണ് സ്ഥാനത്താൽ മികച്ചവർ. ഇനി നോക്കൂ, സറഖത്തും റാത്തു മുസാഅബ് മാലിക് ബിൻ ദീനാർ വബിൽഹബതുഹു, ഒരു പെണ്ണ് ഒരിക്കല് മാലിക് ബിൻ ദീനാർ തങ്ങളുടെ മുസാഅബും പുതപ്പും കട്ടുണ്ടായി. അങ്ങനെ മോഷ്ടിച്ച ഈ പെണ്ണിന്റെ വേക്കിൽ മൂപ്പര് അങ്ങനെ തുറന്നുപോയി. മൂപ്പര് പറയാണ്, അന മാലിക്കു, ഞാൻ അതിൽ മാലിക്കാണ്, ഞാൻ മാലിക് ദീനാറാണ്. ഖുദിൽ മിൽഹബത്ത, പുതപ്പിച്ചു കൊണ്ടേക്കാ, എനിക്ക് വേണ്ട. ഹാത്തിൽ മുസാഫ, മുസാഫിട് കൊണ്ട. ലാ തഖാബി, നീ എന്നെ പേടിക്കേണ്ടതില്ല. കണ്ടോ, മോഷ്ടാവിനെ ശിക്ഷിക്കണം, ശിക്ഷ ഒഴിവാക്കി കൊടുത്തിട്ട് അവൾക്ക് മാപ്പ് നൽകിയിട്ട് ആ മുസാഫിനെ ഞാൻ ആദരിച്ചിട്ട് ആ മുസാഫിന് വേണ്ട, അതിക്ക് വേണം, പുതപ്പിച്ചു കൊണ്ടേക്കുവാൻ. തെറ്റ് ചെയ്ത ആൾക്ക് മാപ്പ് കൊടുത്തു. ഇതാണ് മഹാൻ. അബൂ സഈദുൽ മഖ്ബരി റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു, മിൻ തമാമിൽ അഫ്വി, വിട്ടുവീഴ്ച പരിപൂർണമായതിൽ പെട്ടതാണ് തുർക്കു മുക്കാഫാത്തിൽ ളാലിമി, അക്രമകാരിയായ ആളിങ്ങോട്ട് വരും, പ്രതികാരം നടയിൽ അങ്ങോട്ട് കൊടുക്കാതെ അത് ഒഴിവാക്കുക, തിരിച്ചങ്ങോട്ട് അതുപോലെ കൊടുക്കുക, അത് വേണ്ട. തർഹമു അലൈഹി, അക്രമണ മേൽ കരുണ ചെയ്യുക. ഇതാണ് ഒരു മാപ്പ് കൊടുക്കുന്നതിന്റെ പരിപൂർണത. എത്രമാത്രം കഴിയും നമ്മൾ ആലോചിക്കാം. ഈമാൻ ഉണ്ടെങ്കിൽ കഴിയും. ഗഫറത്ത് സുആലില്ല, അല്ലാഹു തആലയുടെ ചോദ്യം അധികരിപ്പിക്കുക. അയ്യഹു, അവരെ തൊട്ട് മാപ്പ് നൽകാൻ എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. ഇതാണ് വിട്ടുവീഴ്ചയുടെ പരിപൂർണത. വലമ്മ ലറബൽ ഇമാം, അല്ലെങ്കിൽ വലമ്മ ലുരിബ അൽ ഇമാമു മാലിക്, മാലിക് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചപ്പോ ജഅല ലാരിബുഹു, മഹാനെ അടിക്കുന്ന ആള് ഫി ഹല്ലിൻ മിൻ അവ്വലി ശൗതി വർബിഹി, മഹാനവറുകളുടെ ചാട്ടവാറ് കൊണ്ട് അയാൾ അടിക്കുന്ന ആദ്യം തന്നെ പൊരുത്തപ്പെടിക്കുന്ന കാര്യത്തിലായി ആര് അടിച്ച ആള്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ജഅല ലാരിബഹു എന്നാണ്, അങ്ങനല്ലേ? ഇമാം മാലിക് അടിച്ചപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടിച്ച ആളെ ആദ്യത്തെ ചാട്ടവാർ അടി തുടങ്ങിയപ്പോ തന്നെ ഇയാൾക്ക് മാപ്പെടുത്തുകൊണ്ടായിരിക്കുന്നു. കണ്ടോ, അടി കിട്ടി, വെറുതെ അടി വാങ്ങിയതാണ്, പക്ഷെ ഇയാൾക്ക് മാപ്പ് കൊടുക്കുന്നു. കദാലിക ബലഅന അനിൽ ഇമാം അഹ്മദ് ലമ്മാ വരിബ, ഇമാം അഹമ്മദ് തങ്ങളെ തൊട്ടും ചരിത്രം ഞങ്ങൾക്ക് കിട്ടിയത് ഇതേ പ്രകാരം മൂപ്പരടിച്ചപ്പോ
കാനയൊക്കെ ഒരു അടി കിട്ടിയപ്പോ മൂപ്പര് പറയുമായിരുന്നു അല റജുലിൻ, എന്താ ഈ റജുലിന്റെ മേലുള്ളത്? അല്ലാഹു സമമിഹി, എന്താണ് ഇയാളെ മേലുള്ളത്? ഇയാൾ കാരണമായി ഒരാളെയും അല്ലാഹു ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാണ്. അങ്ങനെയൊക്കെ ആക്രമിച്ചപ്പോഴും ആ അക്രമിയെ മാപ്പ് കൊടുത്ത് തേടുകയാണ് ചെയ്തത്. അപ്പൊ കഅബുൽ അഹ്ബാർ യഖൂൽ, കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, മൻ സ്വബറ അല അദാ ഇംറഅതിഹി അഅതാഹു അല്ലാഹു മിനൽ അജ്രി മാ അഅത അയ്യൂബ് അലൈഹിസ്സലാം. ഒരു പുരുഷൻ ഒരു ഭാര്യയുടെ പീഡനം സഹിച്ചാൽ ആ സഹിച്ച ഭർത്താവിന് അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചപ്പോൾ എന്ത് കൊടുത്ത കൂലിയുണ്ടോ അതുപോലത്തെ കൂലി ആർക്ക് കൊടുക്കും? ഈ ഭർത്താവ് ഭാര്യയുടെ പീഡനത്തെ സഹിച്ചാൽ കൊടുക്കുന്ന. വമൻ സ്വബറത്ത് അല അദാർ സൗജിഹ ലഹ അഅതാഹ അല്ലാഹു തആല മിനൽ അജ്രി മിസ്ല മാ അഅത ആസിയത ബിൻത മുസാഹിം റളിയല്ലാഹു അൻഹാ. ഇനി ഒരു ഭാര്യ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാത്ത വിധം വന്നു, ആ പീഡനത്തെ ഒക്കെ സഹിച്ചു നിന്നു. അങ്ങനെ സഹിച്ച് ക്ഷമിച്ചു നിന്നാൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹാക്ക് അള്ളാഹ് എന്ത് കൂലി കൊടുത്തോ അതുപോലത്തെ ഒരു കൂലി ഈ ഭർത്താവിന്റെ പീഡനത്തിൽ സഹിച്ച പെണ്ണിനും അള്ളാഹു തആല കൊടുക്കുന്ന. ഇത് വെറുതെ ആവുകയില്ല, ഇതൊക്കെ അള്ളാഹ് നൽകുന്നതിന്റെ അർത്ഥം. വസയഅതി അവാഖിർ ഹാദൽ കിതാബ്, ഈ കിതാബിന്റെ ലാസ്റ്റ് വരുന്നുണ്ട് ബസ്തുൽ കലാമി, വിശദമായ ഒരു സംസാരം, അലാ ഹാദൽ ഖുൽഖി, ഇതേ സ്വഭാവത്തിന്റെ മേൽ ഇൻഷാ അല്ലാഹു തആല അള്ളാഹ് ഉദ്ദേശിച്ചാൽ അത് വരും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തോത്രം. അപ്പൊ അവിടെ വരും ഇൻഷാ അല്ലാഹ്, വിശദമായി നമുക്ക് പഠിക്കാം എന്നാണ്. ഇനി നമുക്ക് ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു അൻഹു, മഹാരഥന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് കസറത്തു തഅ്ലീമി ഹുർമത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ മാന്യതകൾ ആദരിക്കൽ അധികരിപ്പിക്കുക. അപമാനിക്കാൻ പാടില്ല, മാനിക്കണം, അത് കൂടുതലാക്കണം. വമഹബ്ബത്തുൽ ഖൈർ ലഹും, മുസ്ലിങ്ങൾക്ക് നന്മയെ ഇഷ്ടപ്പെടണം, ഇതാണ് നല്ല സ്വഭാവം. കാരണം എന്തുകൊണ്ട്? ലി അന്നഹ, നിശ്ചയമായിട്ടും അത്തരം സ്വഭാവങ്ങള് മിൻ ജുംലത്തി ശആഇരില്ലാഹി തആല, അള്ളാഹ് നിശ്ചയിച്ച അള്ളാഹുവിന്റെ നിയമങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ, അപ്പൊ കളയാൻ പാടില്ല. വഖദ് കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഖൂലു, പറയുമായിരുന്നു, ലാ യഹ്ഖിറന്ന അഹദുൻ അഹദൻ മിനൽ മുസ്ലിമീന, മുസ്ലിമിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ നിസാരപ്പെടുത്തരുത്. ഫഇന്ന സഗീറൽ മുസ്ലിമീന ഇൻദല്ലാഹ്, കാരണം അള്ളാഹുവിന്റെ അടുക്കൽ മുസ്ലിമായ ആളെ കുറിച്ച് സഗീർ കബീർ, ഇവിടെ വെച്ചിട്ട് മുസ്ലിം ചെറിയ ആൾ ആരാണോ അള്ളാഹിന്റെ അടുത്ത് വലുതായിരിക്കും. അപ്പൊ ആരാരും പരസ്പരം എന്താക്കണ്ട, നിസാരപ്പെടുത്താനോ നിന്യപ്പെടുത്താനോ ഒന്നും നടക്കണ്ട എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ പരസ്പര സ്നേഹബന്ധങ്ങൾ വേണം. ഇന്നത്തെ കാലത്ത് സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം അകലുകയാണ്. ആർക്കും ആരോടും ഇഷ്ടമില്ല, പ്രിയമില്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുകയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഓരോ കാലഘട്ടം. വകാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, അഫ്ളുൽ ഹസനാത്തി ഇക്റാമുൽ ജലീസ് എന്ന, നന്മകൾ പലതുണ്ട്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ കൂടെയുള്ള ആളെ ബഹുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്നവരും നമ്മുടെ ഇഷ്ടക്കാരായ പോലെ ബഹുമാനിക്കണം. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾക്കിടയിലുള്ള സ്ഥാനമാനം എത്രയുണ്ട്? വകാന യൻദുർ ഇലൽ കഅബ, മഹാനവറുകൾ കഅബയിലേക്ക് നോക്കുമായിരുന്നു. അപ്പൊ എപ്പോ ഇരുന്നിട്ട് പറയും, ഇന്നല്ലാഹ അറമക്കി വസറമക്കി വകറമക്കി, ഇന്നല്ലാഹ് നിശ്ചയമായിട്ടും അള്ളാഹു ഹറമക്കി, നിന്നെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, വേണ്ടാത്തൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പൊ സറമക്കി, നിനക്ക് അള്ളാഹു സ്ഥാനം നൽകിയിരിക്കുന്നു. കറമക്ക്, അള്ളാഹു നിന്നെ നല്ലോണം ആദരിച്ചിരിക്കുന്നു. എന്നാൽ ഒൽ മുഅ്മിൻ, എന്നിട്ട് പറയുന്നു, മുഅ്മിനായ മനുഷ്യൻ അഅ്ലമു ഹുർമത്തൻ ഇൻദല്ലാഹി തആല മിൻകി, കഅബേ, നിന്നെയേക്കാൾ ഏറ്റവും ആദരവും ബഹുമാനം കൂടിയ ആൾ ആരാണ്? ബഹുമാനത്താൽ അള്ളാഹിന്റെ അടുക്കൽ മുഅ്മിനാണ് എന്ന്. ആ മുഅ്മിനെ പരസ്പരം കലഹിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം.
ഇക്രിമത്തു റളിയല്ലാഹു അൻഹു ഇക്രിമ തങ്ങൾ പറയുന്നു, ഇയ്യാക്കും അൻ തുഅദു അഹദൻ മിനൽ ഉലമായി, പണ്ഡിതന്മാരിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ നിങ്ങൾ പീഡിപ്പിക്കും, ആക്രമിക്കും. ആ അക്രമത്തിന് നിങ്ങൾ ഭയക്കണം, പേടിച്ചോളണം. കാരണം എന്താ? ഫഇന്നമൻ ആദാ ആലിമൻ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ, ആക്രമിച്ചാൽ, ഫഖദ് ആദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ റസൂലുള്ളാഹിയെ പീഡിപ്പിച്ചവനാണ്. എന്താ കാരണം? അൽ ഉലമാഉ വറസ്തുൽ അംബിയാണെന്ന്, അംബിയാക്കളുടെ അനന്തരഗാമികളാണ് ആര്? പണ്ഡിതർ. അംബിയാക്കളോട് എന്ത് ചെയ്തു അതാണ് ഓര് ചെയ്യുന്നത്. അംബിയാക്കൾ ഇൽമാനോട് വാരി വിതറിയിട്ടുള്ളത്. ആ ഇൽമു പഠിച്ചവരാണ് ഈ പണ്ഡിതന്മാർ. അംബിയാക്കൾ ചെയ്ത പ്രബോധനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഉലമാക്കൾ ചെയ്യുന്നത്. അപ്പൊ ഉലമാക്കൾ നബിന്റെ അനന്തരഗാമികളാണ്. അപ്പൊ ഉലമാക്കൾ ആരെങ്കിലും തെറി പറഞ്ഞാൽ, ആരെങ്കിലും ആക്രമിച്ചാൽ അത് റസൂലുള്ളാഹിയെ തെറി പറയലാണ്, അത് റസൂലുള്ളാഹിയെ ആക്രമിക്കലാണ് എന്നർത്ഥം. അപ്പൊ കേട് വലുതാവും. നമ്മൾ നിസ്സാരമായി കരുതും പ്രശ്നം, കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞ മാറിയ. വക്കാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ തങ്ങൾ പറയുമായിരുന്നു. എന്താ മഹാൻ പറഞ്ഞത്? അൽ മുഅ്മിനു അക്റമു അലല്ലാഹി തആല, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മാന്യനാണ്. ആരേക്കാൾ? മിൻ ബഅദിൽ മലായികത്തി അല്ലദീന ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമദാസന്മാരായ മലായികത്തുണ്ട്. ആ ചില മലായികത്തിനേക്കാൾ ഏറ്റവും സ്ഥാനം മോമിനാണ്. അത്രത്തോളം ആദരവുള്ളവരാണ് മോമിൻ. ഹാത്തമുൽ അസ്മി റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെടുകയുണ്ടായി, ലിമ കാനത്ത് യദുസാരിഖി അൽ മുസ്ലിം, മുസ്ലിമായ ഒരു മോഷ്ടാവ്, അയാളുടെ വലത് കൈ തുഖ്തോ ബി ഖംസത്തി ദറാഹിമ, 5 തുണ്ട് നാണയങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണത്തിലായിട്ട് മുറിക്കപ്പെടുന്നു. മാ അന്ന ദിയതഹ, എത്രത്തോളം എന്ന് വെച്ചാൽ ആ കൈ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈയിന് കൊടുക്കേണ്ട ദിയത്ത് 500 ദീനാർ, 500 ദീനാറാണ്. അത്രയും വിലയുള്ളതാണ് വലത് കൈ. അത് മോഷ്ടിച്ചാൽ ആ കൈയിനെ മുറിക്കുന്നത് 5 നാണയ തുണ്ടിലാണല്ലോ എന്ന്. അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഹാത്തമുൽ അസ്മി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലിഹത്കിഹി സിത്ര, ഒരു മറയുണ്ടായിരുന്നു, ആ മറ പൊളിച്ചു വിട്ടു. മോമിനായിരിക്കുന്നൊരു മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്ത പോലെ ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ അക്രമം പ്രവർത്തിച്ചു. തെറുക്കിൽ ഹുർമത്ത, മാന്യത നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ. അപ്പോൾ നിസ്സാരക്കാരനായി എന്നർത്ഥം. ഫതഅമ്മൽ യാ അഖീ ഫീ നഫ്സിക, നിന്റെ മനസ്സുകൊണ്ട് സഹോദരൻ നീ ചിന്തിച്ചു നോക്ക്. ഹൽ അല്ലംത ഹുർമാത്തിൽ മുസ്ലിമീന, മുസ്ലിങ്ങളായ എല്ലാവരുടെയും മാന്യതകളും സ്ഥാനമാനവും നീ ആദരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന്. ഫതിൽ ഒന്നും കൂടി കൂട്ടി പറഞ്ഞാൽ അന്നുലമാഇ സ്വാലിഹീന, സദ്വൃത്തരായ പണ്ഡിതന്മാരുണ്ട്, അവരെ നീ ആദരിച്ചിട്ട് നോക്ക്. കമാദകർന, നമ്മൾ പറഞ്ഞതുപോലെ. അതോ അംഹിതഖർതഹും, നീ അവരെ നിസ്സാരപ്പെടുത്തിയിരിക്കുകയാണോ ആക്ഷേപിക്കുകയാണോ ചെയ്തത് എന്ന് ആലോചിച്ച് നോക്ക്. വഖഅ്തഅബിഅറാദിഹിം, അവർക്കുള്ളതായിരിക്കുന്ന അഭിമാനങ്ങളും അന്തസ്സും തകർക്കുന്നതിനാണോ നീ സംഭവിച്ചു പോയത് ആലോചിച്ച് നോക്ക്. അത് കാരണം കൊണ്ട് നീ തമ്മാടിക്കൂട്ടത്തിൽ ആവുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഉണ്ടെങ്കിൽ വസ്തഗ്ഫിറില്ല, അങ്ങനെ ആലോചിച്ചിട്ട് നീ അള്ളാഹുവോട് മാപ്പിരക്കണോ, അതാണ് വേണ്ടത് എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മഹാരഥന്മാരായ ആളുകളുടെ സ്വഭാവങ്ങൾ. ഈ സ്വഭാവത്തിലൂടെ നബിയും പോയിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. അത് അനുകരിച്ചവരാണ് ഈ സൂഫിയാക്കളും ഔലിയാക്കളും മഹാരഥന്മാരൊക്കെ. കള്ളത്വരീക്കത്തിന്റെയും കള്ളസൂഫിയ സ്വഭാവം അങ്ങനെയല്ല. ഇത്തരം ആളുകൾ ദുന്യാവ് മോഹിച്ചിട്ടേ ഇല്ലല്ലോ. അതാണ് നമുക്കും വേണ്ടത്.